ഇത് ഞങ്ങൾ തിരുവാതിര ടീംസാണ്. കുറേ നാളായി ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു യാത്ര. രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന രീതിയിൽ ഒരു ചെറിയ യാത്ര, ഞങ്ങൾ മാത്രമായിട്ടൊരു യാത്ര. അങ്ങനെ ഞങ്ങളുടെ പ്ലാൻ സക്സസ് ആക്കിക്കൊണ്ട് ഞങ്ങൾ യാത്ര തിരിച്ചു. രാവിലെ 7 മണിയായപ്പോൾ ഞങ്ങൾ പൊന്മുടിയിലേക്ക് പോവുകയാണ്. സത്യത്തിൽ പൊന്മുടി ഞങ്ങളുടെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നില്ല. മീൻമുട്ടിയായിരുന്നു ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചതെങ്കിലും വഴിയരികിൽ പൊന്മുടിയുടെ ബോർഡ് കണ്ടപ്പോൾ എന്നാൽ പിന്നെ പൊന്മുടിയിലേക്കും കൂടെ പോകാമെന്ന് കരുതി. അങ്ങനെ അത്യാവശ്യം പാട്ടും സന്തോഷവും ഒക്കെയായി ഞങ്ങളുടെ യാത്ര തുടങ്ങി. 2 പേരെ ഞങ്ങൾക്ക് ഈ യാത്രയിൽ മിസ്സായി പോയെങ്കിലും അവരുടെ കുറവുകളൊക്കെ പരിഹരിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ പൊന്മുടിയിലേക്ക് പോവുകയാണ്. ആദ്യം വഴിയോരത്തെ സുന്ദരമായ കാഴ്ചകളും കുന്നും മലയും താഴ്വാരവും ഒക്കെ കണ്ട് പൊന്മുടിയിലേക്ക് പോയി. പ്രതീക്ഷിച്ച പോലെ അവിടെ ഫോഗൊന്നുമില്ലായിരുന്നുവെങ്കിലും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ ഒന്ന് എൻജോയ് ചെയ്ത് നടന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കൊണ്ടുപോയിരുന്നു, അതും ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിച്ചു. ശേഷം ഞങ്ങളുടെ യാത്ര നേരെ വന്ന് അവസാനിച്ചതോ മീൻമുട്ടിയിലേക്ക്. അധികം വെള്ളമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, എങ്കിലും ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുളിക്കാനായി പ്രത്യേക ഒരു സ്ഥലവും അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് ദൂരം കാട്ടിനുള്ളിലൂടെയൊക്കെ നടന്ന് ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. കണ്ണാടി പോലെ ഒഴുകുന്ന അരുവിയാണ്, കല്ലാറാണ്. എപ്പോൾ വേണോ അപകടം ഉണ്ടാവുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കൂട്ടായി രജനി ചേച്ചിയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. പുഴ കണ്ടതും ഒന്നും പറയണ്ട, കണ്ണിനെ കയം കാണിക്കരുതെന്ന് കേട്ടിട്ടില്ലേ, അതുപോലെയായിരുന്നു എല്ലാവരുടെയും സന്തോഷം. വീട്ടമ്മമാരാണ് ഏറെക്കുറെ. വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടി പാചകവും പിന്നെ അത്യാവശ്യം തിരുവാതിരയും പ്രാക്ടീസും മാത്രമായി ഒതുങ്ങിക്കൂടിയുന്ന ടീംസ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം എല്ലാവർക്കും കിട്ടിയത്. മനസ്സും ശരീരവും കുളിര് തന്നെ പുഴയിൽ നീരാടിയെന്ന് വേണമെങ്കിൽ പറയാം. അപകട സാധ്യത ഏറെയുള്ള സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ആ കെട്ടിയിരിക്കുന്ന കയറിനപ്പുറം പോകരുതെന്ന് രജനി ചേച്ചിയുടെ പ്രത്യേക നിർദ്ദേശവും ഉണ്ടായിരുന്നു. ഞങ്ങളത് അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് തന്നെ ഏകദേശം 3-3.5 മണിക്കൂറോളം അവിടെ അങ്ങ് ആർത്ത് ഉല്ലസിച്ചു എന്ന് പറയാലോ. ചിലർക്കൊക്കെ പുഴ കണ്ടപ്പോൾ ഇറങ്ങാൻ പേടി, കലി പിടിച്ചും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് നിപ്പായി. എങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും അങ്ങ് ഉല്ലസിച്ച് സന്തോഷിക്കാൻ തുടങ്ങി. പിന്നെ ആയപ്പോൾ വെള്ളത്തിൽ നിന്ന് ഓരോന്നിനെ എങ്ങനെ കരയിലേക്ക് കയറ്റുവന്നതായ ആലോചന. ആർക്കും അതിനകത്തുനിന്ന് കയറി വരാൻ ഒട്ടും ഉത്സാഹം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്കുള്ള ഫുഡ് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു റിസോർട്ടിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്നിച്ച് അടിപൊളിയായി ബിരിയാണിയൊക്കെ കഴിച്ചു. രജനി ചേച്ചി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. തിരിച്ച് വീണ്ടും പാട്ടും ബഹളവും ഒക്കെയായി ഞങ്ങളുടെ യാത്ര തുടർന്നു. ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ നിന്ന് പൊന്മുടിയിലേക്ക് പോകുമ്പോൾ ഉള്ള വീഡിയോ ആണോ കേട്ടോ. മിസ്സായത് കൊണ്ട് ഇടയ്ക്ക് ചേർത്തന്നേ ഉള്ളൂ. അവിടെ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വേറെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തായിരുന്നു പിന്നെയുള്ള ഞങ്ങളുടെ യാത്ര. ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് പേപ്പാറ ഡാമിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ ഡാം ക്ലോസ്ഡാണ്, അകത്തേക്ക് കയറാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എങ്കിലും വേണ്ട, ആ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് കളയാമെന്ന് ആശിച്ചു. അങ്ങനെ ഞങ്ങൾ പേപ്പാറ ഡാമിലേക്ക് പോയി കുറച്ച് റീൽസും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കുറേ നേരം അവിടെ അങ്ങ് ചിലവഴിച്ചു. കണ്ടില്ലേ എങ്ങനെയുണ്ട് പേപ്പാറ ഡാം? എന്ത് പ്രകൃതി രമണീയമാണല്ലേ. അവിടെ കുറച്ച് നേരം പാട്ടൊക്കെ പാടി കുശലമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ സമയം അവിടെ ചിലവഴിച്ചപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലെ 2 എണ്ണം ദേ നടന്നു പോകുന്നു. അവരും കൂടെ തിരിച്ചു വന്നാൽ ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും. പക്ഷേ അവിടെ നിന്ന് എത്ര വൈകി ഇറങ്ങിയിട്ടാണെങ്കിലും കൃത്യം 5:30 മണിയോടുകൂടി ഞങ്ങൾ തിരികെ വീട്ടിലെത്തി കേട്ടോ.